ഹായ്, എല്ലാവർക്കും സന്ധ്യ വണക്കം. പിന്നെ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഗുരുവായൂർ പോകാനുണ്ടായിരുന്നു, മാള, അങ്ങനെ കുറച്ച് കറക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കറങ്ങി ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം കുറച്ച് വൈകിപ്പോയി. ഞായറാഴ്ച അവധിയാണ്, എന്നാലും കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ സാറും കൂടെ ഞങ്ങളൊന്ന് കറങ്ങാൻ പോയതാണ്. അത് വർക്ക് സംബന്ധമായുള്ള കാര്യത്തിന് പോയതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സമയം വൈകിപ്പോയി. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു എൻജിൻ പമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എന്താ പറയുക, അഴിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടൈമിങ് മാർക്കൊക്കെ വെച്ചിട്ടാണ് അഴിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ എൻജിൻ പുള്ളിയിലോ അല്ലെങ്കിൽ ഫ്ലൈ വീലിലൊക്കെ അതിൻ്റെ മാർക്കൊക്കെ ഉണ്ടാവും നമ്മൾ അഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഞാൻ അഴിക്കുന്ന സമയത്ത് മുമ്പുള്ളതിനൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് ഞാൻ അഴിച്ചത്. അപ്പം ഞാനത് കാരണം ഞാൻ പ്രത്യേകിച്ച് മാർക്കൊന്നും വെച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പം കുറഞ്ഞ സമയം മതി. അപ്പോൾ ഞാൻ ഒരു മണിയാകുമ്പോഴത്തേക്ക് ഞാൻ സൈറ്റിൽ ചെന്നാം. അപ്പോൾ ഞാൻ കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ 4 മണി, 1, 2, 3, 4 ഒരു 3 മണിക്കൂർ മിച്ചം എല്ലാം കൂടെ സെറ്റ് ചെയ്യാനായിട്ടുള്ള സമയം എടുക്കുള്ളൂ. അപ്പം ഞാൻ അത് കണക്കാക്കി ആണ് എൻ്റെ കാൽക്കുലേഷനൊക്കെ ഇരുന്നത്. പക്ഷേ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എൻജിൻ സ്റ്റാർട്ടാകുന്നില്ല. മാത്രമല്ല, മണി 5 ആകുകയും ചെയ്തു. സന്ധ്യ ആകാറായി. 5 മണിയാകുമ്പോഴത്തേക്കും പിന്നെ മഴയൊക്കെ പെയ്ത് ഇരുട്ടും കൂടെ ആയി. അപ്പം ലൈറ്റിൻ്റെ ഒരു പോരായ്മയും കൂടെ ഉണ്ടായി. അങ്ങനെ എന്ത് പറയണ്ടു, രാത്രി 10 മണിയായി. പക്ഷേ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പക്ഷേ ഈ സ്പിൽ കട്ട് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാനത് എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ടായത്, അത് സെറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള. പക്ഷേ ഈ ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷേ അത് എൻ്റെ കൈവിട്ടൊരു കളിയായിരുന്നു. അപ്പോൾ അത് കാരണം അത് കുറച്ച് പരിപാടികളുണ്ട്. അതിന് തുടർന്ന് വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ ആ ടെക്നിക്കുകൾ പറഞ്ഞുതരാം. അതായത് ഒരു പ്രാവശ്യം ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതി ഇത് മനസ്സിലായില്ല. കാരണം എൻജിൻ്റെ ഹൃദയം ശസ്ത്രക്രിയ ചെയ്യുന്ന രീതിയിലുള്ള, മനുഷ്യൻ്റെ ഹൃദയം ശസ്ത്രക്രിയ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു എൻജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്യൂവൽ പമ്പ്. അപ്പോൾ ആ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് നമ്മൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കറക്റ്റായിട്ട് അത് ടൈമിങ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ആ സാധനം നമ്മൾ എന്ത് കാണിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഒരു ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ അത് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കണ്ടതും കേട്ടതും അത് ചെയ്തും ഒക്കെ ഉള്ള അനുഭവം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ഊരിപ്പോരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാകില്ല. അപ്പോൾ അതെന്തായാലും സംഗതി എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇന്നലെ ചെന്നിട്ട് പമ്പ് സെറ്റ് ചെയ്യുന്നത് മുതൽ പിന്നെ എന്താ പറയുക, അത് സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള വീഡിയോ ഇല്ല. പമ്പ് സെറ്റ് ചെയ്ത് ഫസ്റ്റ് ക്രാങ്ക് ചെയ്യുന്നോളം വരെ ഉണ്ട്, എന്നിട്ട് സ്റ്റാർട്ടായില്ല. അപ്പോൾ അതുവരെയുള്ള വീഡിയോ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ ഇനി അടുത്ത വേറെ സൈറ്റുകളിലൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാനത് ചെയ്യാം. കാരണം രാത്രി ആവുകയും ചെയ്തു. മാത്രമല്ല, ഇതിങ്ങനെ ഒരു പണി കിട്ടുകയും കൂടെ ചെയ്ത കാരണം അതിന് കുറച്ച് നമ്മൾ എന്താ പറയുക, നമ്മൾ സാധാരണ കമ്പനി ചെയ്യുന്നതിനപ്പുറം നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൈക്രിയകൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് പിന്നെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, ഉണ്ടായില്ല. മാത്രമല്ല ഇരുട്ടുമാണ്. അപ്പോൾ രാത്രിക്ക് മൊബൈലിൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ എൻജിൻ സംബന്ധമായി ജനറേറ്റർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഒന്ന് റൂമിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൗണ്ടിലൊന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വെറുതെ ഒരു രസം. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന സമയത്ത് ഇടാം, ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് ഇടാം. അപ്പം ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക, അതിന് മറുപടി പറയുന്നതായിരിക്കും കമൻറ്റിലൂടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.